ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു പരിപ്പ് കറിയും ചിക്കൻ ഫ്രൈയും. ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമില്ലാത്തവർ ആരുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഈ ഒരു പരിപ്പ് കറി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പരിപ്പ് കറിയാണ്, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി നമുക്ക് കുക്കറിലിടാം കേട്ടോ. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്ക് കുക്കറിൽ വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് 1-2 പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. 2 വിസിൽ വരുന്നത് വരെയാണ് ഇത് വേവാനുള്ള ടൈം. അപ്പോൾ 2 വിസിൽ വരുന്നവരെ നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈക്കുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. 1.5 ടീസ്പൂൺ അളവിൽ വരെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 1 kg ചിക്കൻ്റെ മാരിനേഷനുള്ള അളവാണ് പറയുന്നത്. നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമുക്ക് വറക്കാൻ വേണ്ടി ഒരു 200 ഗ്രാം പോർഷൻ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ വറക്കാൻ എടുക്കണേ. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുപ്പത്തേക്ക് ഒരു പാൻ എടുത്ത് വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് കറി ലീവ്സ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഷാലോ ഫ്രൈ ചെയ്താണ് നമ്മൾ എടുക്കണത്. അത് കാരണം അധികം ഓയിലിൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വറന്ന് കിട്ടും ചെയ്യും. നമ്മുടെ പരിപ്പ് ആവിയൊക്കെ പോയിട്ട് നമുക്ക് തുറന്ന് നോക്കിയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് കാച്ചാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ കാച്ചാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്കും സൺഫ്ലവർ ഓയിലാണ് നമുക്ക് ബെറ്ററായിട്ട് ടേസ്റ്റ് കൂടാനും നല്ലത് കോക്കനട്ട് ഓയിലിനേക്കാളും. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന കാരണം അവർ ഓയിലാണ് എപ്പോഴും ചേർക്കുക. അപ്പോൾ നമ്മൾ ഓയിൽ തന്നെ ചേർക്കാൻ ശ്രമിക്കാം. അത് എണ്ണ നന്നായി ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ മസ്റ്റർഡ് സീഡ് ചേർക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായി കളർ മാറി വരുമ്പോൾ നമുക്ക് 3 ഉണക്കമുളക് കൂടി പൊട്ടിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം.
നമ്മുടെ കാച്ചാനുള്ള സംഗതികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് മുൻപായിട്ട് ഒരു 1/4 ടീസ്പൂൺ കൂടി ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് പരിപ്പിൻ്റെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ശേഷം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മല്ലിയില. മല്ലിയിലയാണ് ഇതിൻ്റെ കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഐറ്റം. അപ്പോൾ മല്ലിയില കൂടെ ഒരു പിടി മല്ലിയില കൂടി ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ ഇളക്കാൻ പാടില്ല. ഇതിങ്ങനെ വെച്ച് തന്നെ നമുക്ക് ജസ്റ്റ് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കത് അടച്ചു വയ്ക്കാം. ഈ സമയത്ത് നമ്മുടെ ചിക്കൻ ഫ്രൈ നന്നായിട്ട് ഒരു സൈഡ് വെന്ത് വരുന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മല്ലിയിലൊക്കെ അത്യാവശ്യം വാടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇളക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇങ്ങനെ മെറൂൺ കളർ ആവുന്നത് വരെ നമുക്ക് വേവിക്കാം കേട്ടോ. ഒരു 25 മിനിറ്റ് 30 മിനിറ്റിൻ്റെ അടുത്ത് നമുക്കിത് വേവിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇതിൻ്റെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കണം. നിങ്ങൾക്ക് ഈ ഒരു കോംബോ ഇഷ്ടമാണെന്നെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പരിപ്പിൻ്റെ കൂടെ ഈ ഒരു ചിക്കൻ ഫ്രൈയും കൂട്ടിയിട്ട് നമുക്ക് ചോറ് അത്ര അധികം കഴിക്കാൻ പറ്റുണ്ടോ. കഴിച്ച് പോണതിൻ്റെ ഒരളവ് പോലും നമുക്കറിയാൻ പറ്റില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു കോംബോ. അതും ഈ പരിപ്പ് ഇങ്ങനെ തന്നെ വെക്കണം. ഇതുപോലെ ചെറിയ ജീരകം ഇട്ടിട്ട് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമുക്കിതിൽ വേറെ ഐറ്റംസ് ഒന്നും അധികം ചേർക്കേണ്ട. ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കോംബോയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.